ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി സിമ്പിളായിട്ട് നമ്മളെ വീട്ടിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുൽഫി റെസിപ്പിയാണ്. ഇതിനാകെ 2-3 ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കുൽഫി തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് 4 കപ്പ് പാലാണ്. 1 കപ്പ് 250 ml, 1 കപ്പിൽ 4 കപ്പ് പാൽ, 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലിപ്പോൾ ഞാൻ 4 കപ്പല്ലേ എടുത്തിന്, അതിൽ നിന്ന് 4 കപ്പിൽ നിന്ന് 1 കപ്പ് നമുക്ക് വറ്റിച്ചെടുക്കണം. അതിൽ നിന്ന് നേരെ പകുതിയാക്കിയിട്ടൊന്നും വറ്റിച്ചെടുക്കണ്ട. 4 കപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 1 കപ്പ് വറ്റിച്ചിട്ട് 3 കപ്പായിട്ട് നമുക്ക് കിട്ടിയാൽ മതി. പാലെന്തിനാണ് വറ്റിച്ചെടുക്കുന്നത് വെച്ചാൽ പാൽ വറ്റിച്ചെടുത്തിട്ട് കുൽഫി തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. പാൽ വറ്റിച്ചെടുക്കുന്നില്ലെങ്കിൽ ഇതിലേക്ക് പാൽപ്പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയാൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കായ് മാത്രം പൊടിച്ചിട്ടുണ്ടെങ്കിൽ 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഏലക്കായ് പഞ്ചസാറിൻ്റെ കൂടെ പൊടിച്ചോണ്ടാണ് 1 ടീസ്പൂണാക്കിയിട്ട് ഇട്ടത്. പാല് കുറുക്കുമ്പോൾ ഒന്ന് 1 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഈ പാലിൻ്റെ സൈഡിലെല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവില്ലേ, അതൊന്ന് ഇളക്കിയിട്ട് ആ പാലിലേക്ക് തന്നെ യോജിപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയിപ്പോവും. പിന്നെ കുൽഫിലേക്ക് കുറച്ച് നമുക്ക് നട്ട്സ് എടുക്കാം. കുറച്ച് നട്ട്സിലിട്ടാലല്ലേ കുറച്ച് കടിക്കാൻ കിട്ടുള്ളൂ. അതിനായിട്ട് ഞാനൊരു 5-6 അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയിലോ അതെല്ലാം കൂടിയിട്ട് ഒരു 5-6 അങ്ങനെ ആക്കിയിട്ട് ഒരുമിച്ച് എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതേപോലെ തരിതരിയായിട്ട് പൊടിച്ചെടുക്കണം, എന്നാലേ അതിൽ കുറച്ച് തരിതരിയായിട്ട് പൊടിച്ചെടുക്കുമ്പോഴല്ലേ കുറച്ച് കടിക്കാൻ കിട്ടുള്ളൂ. അങ്ങനെ പിന്നെ ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് 1/4 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കിയിട്ട്, കട്ടിയൊന്നുമില്ലാണ്ട് മിക്സാക്കിയിട്ട് ഒന്ന് സൈഡിൽ മാറ്റി വെക്കാം. ഇതേപോലെ കട്ടിയൊന്നുമില്ലാണ്ട് ഒന്ന് നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് സൈഡിൽ വെക്കാം. ഇനി നമ്മൾ പാലിലേക്ക് 1/2 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ എക്സ്ട്രാ 1 ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര, കറക്റ്റായിട്ട് മധുരം. ഇതിൽ മധുരം കുറച്ച് മുന്നിട്ട് നിൽക്കണം, എന്നാലേ തണുത്ത് കഴിഞ്ഞ് കുൽഫി സെറ്റായി കഴിഞ്ഞാൽ മധുരം കണക്കായിട്ടുണ്ടാവും. ഇപ്പോൾ കറക്റ്റായിട്ട് 1/2 കപ്പും പിന്നെ അതിൽ നിന്ന് ഒരു 1-1.5 ടേബിൾ സ്പൂണ് പഞ്ചസാര എക്സ്ട്രാ. പിന്നെ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച നട്ട്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഉണ്ട്, ഏത് നട്ട്സ് ആയാലും കുഴപ്പമില്ല, ഏത് നട്ട്സ് ഉണ്ടെങ്കിലും അത് ഇട്ട് കൊടുക്കുക. പിസ്ത ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലത്. പിന്നെ പിസ്ത മാത്രമാണെങ്കിൽ അങ്ങനെയും ചേർക്കാം. അതിന് ശേഷം തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കലക്കി വെച്ച കോൺഫ്ലവർ മിക്സ് അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇത് അടിക്ക് പിടിക്കാതെ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് അപ്പം തന്നെ കുറുകാൻ തുടങ്ങും. നമ്മൾ ഒഴിച്ച ഉടനെ ഇതൊന്ന് കുറുകാൻ തുടങ്ങും. ഇതേപോലെ കട്ടിക്ക് കിട്ടിയിട്ട് ഒന്ന് ക്രീമായിട്ട് കിട്ടും. ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് തണിയാൻ വേണ്ടിയിട്ട് ഒന്ന് സൈഡിൽ വെക്കാം. ആ കുൽഫിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലത്തെ കുൽഫിൻ്റെ മോൾഡ് എടുത്തിരിക്കുന്നത്. അത് ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചെറിയ സ്റ്റീൽ ഗ്ലാസ്സോ ചായ കുടിക്കുന്ന ഗ്ലാസ്സോ ഏത് ഗ്ലാസ്സായാലും എടുത്തിട്ട് നമുക്ക് അതിൽ സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മളെടുത്ത് വെച്ച ഒരു ഗ്ലാസ്സിൻ്റെ മോൾഡിലെല്ലാം നമുക്ക് നമ്മളെ കുൽഫി മിക്സ് തണിഞ്ഞ ശേഷം ഒന്ന് ഒഴിച്ചിട്ട് വെക്കാം. വലിയ പണിയൊന്നുമില്ലല്ലോ. ഒന്ന് പാല് കുറുക്കേണ്ട ആ ടൈം മാത്രമേ വേണ്ടൂ. ബാക്കിയെല്ലാം ഈസി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി, പുറത്തുനിന്ന് വന്ന അതേ കുൽഫിൻ്റെ ടേസ്റ്റും നല്ലൊരു ക്രീമി ടേസ്റ്റെല്ലാം കിട്ടുന്ന അടിപൊളി കുൽഫിയായിട്ട് ഇത്. പിന്നെ നിങ്ങൾക്ക് ഈ വൈറ്റ് ഏലക്കായൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ഇതേപോലത്തെ ഫുഡ് കളറ് എസെൻസ്, ഇത് പിസ്ത എസെൻസ്, ബദാം എസെൻസ് അല്ല, ഇതേപോലത്തെ എസെൻസ് ചേർക്കുകയും ചെയ്യാം. അതൊക്കെ നിങ്ങളെ ഓപ്ഷൻ, നിങ്ങളെ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഫ്ലേവർ ആഡ് ചെയ്യാം. ഇതിപ്പോൾ നോർമലി പ്ലെയിൻ ആയിട്ടുള്ള ഏലക്കായൻ്റെ ഫ്ലേവറായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ ക്ലിംഗ് റാപ്പ് ഒന്ന് വെച്ചോട്ടെ. ഇത് സ്റ്റിക്ക് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ടുള്ള പോലെ, അതുകൊണ്ട് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കത്തിയോടൊന്ന് കുത്തിയിട്ട് നമ്മളെ ഈ കുൽഫിൻ്റെ സ്റ്റിക്ക് ഒന്ന് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതേപോലത്തെ വുഡിൻ്റെ സ്റ്റിക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. വുഡിൻ്റെ സ്റ്റിക്കില്ലെങ്കിലൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് ഗ്ലാസ്സിൽ സ്പൂണ് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഈ രീതിക്കോ നമുക്ക് സ്റ്റിക്കായിട്ട് പിടിക്കാൻ ഇപ്പോൾ ഇത് കാണിച്ചത് ഒന്ന് അതുപോലെ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കണ്ടില്ലേ, ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ ഇത് സാധാ ഒരു സ്റ്റീൽ സ്പൂൺ വെച്ചിട്ട് അങ്ങനെ സ്റ്റിക്കാക്കിയിട്ട് വെച്ചുകൊടുക്കരുത്. എനിക്ക് ഏത് രീതിക്കാണെങ്കിലും ഇത് സെറ്റാക്കിയിട്ട് എടുക്കാം. ഇതൊരു കുറഞ്ഞത്
6-7 മണിക്കൂറെങ്കിലും നല്ലോണം ഫ്രീസ് ചെയ്യണം. ഇപ്പോൾ രാത്രി വെച്ചിട്ട് രാവിലെ ഓവർനൈറ്റ് ഫ്രീസ് ചെയ്താലും ഇത്രയും നല്ലത്. അല്ല നിങ്ങളൊരു 3-4 മണിക്കൂർ ഫ്രീസ് ചെയ്ത് കാരണം ഇത് ക്രീമി ആയിട്ടാണ് കിട്ടാൻ. കുൽഫിൻ്റെ പോലെ നല്ല സ്റ്റിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 6-7 മണിക്കൂറെങ്കിലും എന്തായാലും മാക്സിമം ഫ്രീസറിൽ ഫ്രീസ് ചെയ്യണം. ഇതിങ്ങനെ നമുക്ക് വേവിട്ട് തരില്ല. അപ്പോൾ ഒന്ന് സാധാ ഒരു പച്ചവെള്ളത്തിൽ ഒന്ന് മുക്കിയിട്ട് ഒന്ന് ഇളക്കി മാറ്റാം. നല്ല അടിപൊളി തന്നെ നമ്മൾ കുൽഫ് കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടില്ല നമ്മളെ കുൽഫി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. ഇത് കഴിക്കാനും കാണാനെല്ലാം നല്ല അടിപൊളി മൊഞ്ചുണ്ട് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അങ്ങനെ പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് ഡിമോൾഡ് ചെയ്തിട്ടെടുക്കാം. ഓക്കെ, നമ്മളെ കുൽഫിൽ അതേപോലെ പുറത്തുനിന്ന് വാങ്ങുന്ന പോലെ തന്നെ നല്ല ക്രീമി ടെക്സ്ചറായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് പുറത്തുനിന്ന് വാങ്ങുന്നു വേണ്ടല്ല, നമ്മളെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നില്ലല്ലോ. പാലും ഏലക്കായ് പൊടിയും കോൺഫ്ലവറും ഒക്കെ വെച്ചിട്ട് സിമ്പിളായിട്ട് നിങ്ങളെ കയ്യിൽ നട്ട്സ് ഏത് നട്ട്സാണോ, ഇപ്പോൾ കാഷ്യൂസ് മാത്രം ഉണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അതേ രീതിക്ക് ചേർത്തിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. കണ്ടില്ലേ അടിപൊളി കുൽഫിയായിട്ട് കിട്ടിയിട്ടില്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.